പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം, ആദർശത്തിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവരുടെ കൂടെ ജീവിക്കുന്നവരെന്ന നിലക്ക് നമ്മളോട് ഖുർആൻ പറഞ്ഞല്ലോ, നരകത്തുനിന്ന് നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടണമെങ്കിൽ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്, തഅ്മുറുഹും ബിതാഅത്തില്ലാഹ്, കുടുംബത്തിൽ നീ നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം, വതൻഹാഹും അൻ മഅസിയത്തില്ലാഹ്, ഒരു തെറ്റ് കാണുമ്പോൾ ഒരു വാപ്പാ എന്ന നിലക്ക്, ഒരു ഉമ്മ എന്ന നിലക്ക്, ഇത് വേണ്ടട്ടോ, ഇത് പറ്റൂലട്ടോ, ഇത് ഞമ്മക്ക് ശരിയാകൂലട്ടോ, ഈ മേക്കപ്പ് ഞമ്മക്ക് പറ്റൂല, ഈ ഡ്രസ്സിങ് ഞമ്മക്ക് പറ്റൂല, ഈ കേക്ക് മുറിക്കൽ ഞമ്മക്ക് പറ്റൂല, ഈ വെഡിങ് ആനിവേഴ്സറി ഇസ്ലാമിലില്ല, ഈ പള്ള കാണൽ ഞമ്മക്കില്ല. അങ്ങനെ പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ് പള്ള കാണൽ. 9ാം മാസത്തെ പെണ്ണിനെ കൊണ്ട് സ്റ്റേജിൽ കയറ്റിട്ട് തലയിലൊരു ഒക്കെ വെച്ചു കൊടുത്തിട്ട് ഒരു കേക്കൊക്കെ മുറിച്ചിട്ട് മുസ്ലിങ്ങളായ നമ്മൾ നടത്തി കൊടുക്കും പള്ള കാണൽ. എന്തിനേറെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സുന്നത്ത് കല്യാണം എന്നൊക്കെ പറഞ്ഞല്ലോ, ഇന്ന് അതിന് പന്തലിട്ട് ഓഡിറ്റോറിയം വെച്ചിട്ടാണ് സുന്നത്ത് കല്യാണം നടത്തുന്നത്. ഇങ്ങോട്ട് എത്തിയിട്ടില്ല, മലപ്പുറത്തേക്ക് എത്തിയിട്ടില്ല, കാസർഗോഡ് എത്തിക്കണ്, ഇനി കണ്ണൂര് കഴിഞ്ഞ് കോഴിക്കോട് കഴിഞ്ഞ് നമുക്ക് വരാം. എന്നിട്ട് സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇത് മുറിക്കണേന് അതിന് ആഘോഷം നടത്തി പന്തലൊക്കെ ഇട്ട് വലിയ പരിപാടിയൊക്കെ നടത്തുക. അതും കഴിഞ്ഞ് നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചോ, 2 മാസം മുമ്പ് തുടങ്ങി വേറൊരു സംഭവം തുടങ്ങി, കുളിക്കല്യാണം. കുളിക്കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പ്രായപൂർത്തിയത്തിൽ ഒരു പെൺകുട്ടി ഉണ്ട്, ഓൾക്ക് പ്രായപൂർത്തിയായി 11 വയസ്സിൽ 12 വയസ്സിലെന്ന് വിചാരിച്ചു. നമ്മൾ പണ്ടൊക്കെ ഇത് മുണ്ടാതെ നടക്കില്ല. ഇപ്പൊ ഇതും തുടങ്ങിയിരിക്കുന്നു, കുളിക്കല്യാണം. ഓളെ കുളിപ്പിച്ച് നിർത്തി, ഓൾക്ക് ഡ്രസ്സൊക്കെ പുതിയ കൊടുന്നു, ഓരോരുത്തർ നാത്തൂന്റെ വക, ഒന്ന് എളാമാന്റെ വക, പിന്നെ കുറെ സ്വർണം, പിന്നെ വാച്ച്, മൊബൈല്, പിന്നെ ഓൾക്ക് ഇന്റർവ്യൂ എല്ലാം കൂടി നടത്തി എന്തോ ഒരു മഹാസംഭവമാക്കിയിട്ട് കുളിക്കല്യാണം.